എയ്ത്തിൽ നിന്ന് നയൻത്തിലേക്ക് പോകുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് സ്കിപ്പ് അടിക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് ടൈം കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ നയൻത്തിലെ ഗ്രേഡ് നിങ്ങൾക്ക് മാറ്റാനായി സാധിക്കും. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നയൻത്തുകാർക്കുള്ള ഒരു ടിപ്സും എൻ്റെ എക്സ്പീരിയൻസും ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ച് പറയാം. ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. ഞാൻ കേരള സിലബസ് മലയാളം മീഡിയം പഠിച്ച കുട്ടിയാണ്. സോ എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. A+ ഉണ്ടായിരുന്നു എനിക്ക്. ക്രിസ്മസ് എക്സാമിനാണ് A+ 1-2 വിഷയത്തിന് എനിക്ക് പോയത്. സോ ഞാൻ എൻ്റെ ടിപ്സും കാര്യങ്ങളും എൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പാണിത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളാവും. അപ്പം ഞാൻ ആദ്യം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഞാൻ 9th എത്തുമ്പോൾ തന്നെ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ എക്സാമിൻ്റെ സൈലം അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8th പോലെയല്ല, 9th നല്ല ബുദ്ധിമുട്ടാണ്, 10th ചവിട്ടുപടിയാണ്, അങ്ങനെ പലതും. ആക്ച്വലി ഞാൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠിക്കാൻ വരുമ്പോൾ ഞാനതൊക്കെ ഓർത്തിട്ടില്ലായിരുന്നു. ഞാൻ 8th പോലെ തന്നെ ഞാൻ ഓണം എക്സാം വരെ ഞാൻ എങ്ങനെ പഠിക്കാമെന്ന് 8th എങ്ങനെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എക്സാമിന് ഒരാഴ്ച മുമ്പൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എക്സാമിന് തലേ ദിവസം മാരത്തോണൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഞാൻ 9th എത്തിയപ്പോൾ ഇതേ പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്തത്. അല്ലാത്ത ടൈമിൽ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്. മിഡ് ടേം എക്സാമിനൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുകയല്ല. ആൻഡ് ഞാൻ അങ്ങനെ ഓണം എക്സാം ഞാൻ അങ്ങനെയാണ് 9th പഠിച്ചത്. അതെനിക്കൊരു 100% ഉറപ്പാണ്. അങ്ങനെ ഞാൻ പഠിച്ചു പോയപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് മാത്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് പഠിച്ച പാറ്റേണേ അല്ല ചോദിച്ചത്, വേറെ പാറ്റേൺ ആയിരുന്നു. ആൻഡ് എനിക്ക് എക്സാം എഴുതുമ്പോഴും എനിക്ക് A+ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് A+ കിട്ടും മാത്സിൽ നിന്ന്, എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യലും തന്നെ പഠിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം കിടന്ന് മാരത്തോൺ എന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെ, അതായത് 4 ചാപ്റ്റേഴ്സാണെന്ന് തോന്നുന്നു ഫസ്റ്റത്തെ ഓണം എക്സാമിന് ഉണ്ടായിരുന്നത്. അതിൽ ഹിസ്റ്ററി എനിക്ക് നോർമലി പഠിക്കാൻ നല്ല എളുപ്പമാണ്. ജോഗ്രഫിയാണ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവാറ്. സോ ജോഗ്രഫി തന്നെ ഞാൻ ലാസ്റ്റിലേക്ക് നീക്കി വെക്കുകയും ചെയ്തു. ഹിസ്റ്ററിയൊക്കെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞു. ജോഗ്രഫി ഒന്നും പഠിക്കാതെ പോയി. മീൻസ് ഒന്നും പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മുക്കും മൂലയൊന്നും പഠിച്ചില്ല. സോ ഓണം എക്സാമിന് എങ്ങനെ ചോദിച്ചാൽ മുക്കും മൂലയെന്ന് ചോദിച്ചു. അതായത് എവിടെ ചില ചെറിയ വേർഡ്സ് ഉണ്ടാവില്ല, അതുവരെ ചോദിച്ചു. ഈ 1 വേർഡ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ. അങ്ങനെ മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം എല്ലാ വിഷയത്തിലും A+ ഉണ്ട്. എനിക്കവിടെ കുറഞ്ഞത് മാത്സിലും സോഷ്യലും പിന്നെ ഇംഗ്ലീഷിന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കുറയുന്ന, പക്ഷേ കുറഞ്ഞു. അപ്പോൾ ഞാനത് അനലൈസ് ചെയ്തു എന്തുകൊണ്ടാണ് കുറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാണ്ട് തന്നെയാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് ഞാൻ അതായത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാനിങ്ങനെ കവർ ചെയ്തു പോയി, പക്ഷേ എല്ലാം പഠിച്ചില്ല. പിന്നെ ഈ ഇംഗ്ലീഷിൽ മാർക്ക് കുറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറാണ്. ഞാൻ ഗ്രാമറിനെ കുറിച്ച് വിചാരിച്ച് വെച്ചിരുന്നതേ അല്ലായിരുന്നു. അതായത് ഞാൻ ഗ്രാമർ എക്സാമിൻ്റെ തലേ ദിവസം മാത്രം പഠിച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ എക്സാമിന് എഴുതി. പക്ഷേ അവിടെ കുറേ തെറ്റുകൾ വന്നു ഗ്രാമറിൻ്റെ ഭാഗത്ത്. പിന്നെ എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ മാർക്ക് പോയത് ആ ഒരു ഫസ്റ്റത്തെ ഭാഗത്ത് കുറച്ച് 1 വേർഡ്സ് ഞാൻ ചോദിക്കുമല്ലോ, അവിടെയും പോയി. കാരണം ഞാൻ ടെക്സ്റ്റ് ബുക്ക് പ്രോപ്പറായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ക്രിസ്മസ് എക്സാമിന് ഞാൻ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ മിഡ് ടേം എക്സാമിന് അങ്ങനെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചലഞ്ച് പോലെ ഇന്നോട്ട് ഞാൻ പഠിക്കും എന്ന് പറയുന്ന ഒരു ചലഞ്ച് പോലെ ഞാൻ പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഒക്കെ പോയി, അതെല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ പിന്നെ പഴയ പോലെ തന്നെ അതേ അവസ്ഥയ്ക്ക് ഞാൻ എത്തി. ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ഒരു 2 വീക്സ് മുമ്പ് തന്നെ ആണ് ഞാൻ ഞാൻ തിരിച്ചറിഞ്ഞത് ഞാനൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. സോറി ഫോർ ദ നോയ്സ്. ഞാനിപ്പോൾ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നല്ല കേട്ടോ, താഴെ നിന്നൊക്കെ ഭയങ്കര നോയ്സ് കേൾക്കുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് എക്സാം എത്തിയപ്പോൾ ഞാൻ 2 വീക്സ് മുമ്പ് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ അതായത് ഞാൻ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് ഉണ്ടാവുമല്ലോ, ഓൺ എക്സാമിന് പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവില്ല. അത് തൊട്ടിട്ട് ഞാൻ ക്ലിയറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പഠിച്ചു. പക്ഷേ അവിടെ എനിക്ക് വീണ്ടും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ സോഷ്യലിൻ്റെ കാര്യത്തിലാണ്. ഇംഗ്ലീഷും മാത്സൊക്കെ ഏകദേശം ഓക്കെ. മാത്സിൻ്റെ കാര്യം ഒരു കാര്യം പറയാൻ മറന്നു. അതായത് മാത്സിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കോൺസെപ്റ്റ് ക്ലിയറായിട്ട് പഠിക്കണം. അത് വേറെ രീതിയിലാകുമ്പോൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നാലും സോഷ്യലിൻ്റെ കാര്യം നിർത്തിയല്ലോ.
സോഷ്യൽ എക്സാമിൻ്റെ തലേ ദിവസം 2 ദിവസം എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു തോന്നുന്നു എക്സാമിന് മുമ്പ്. സോ ഈ 2 ദിവസം കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ പഠിച്ചു തീർത്തത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിനാണ്. സോ അത് ഞാനിങ്ങനെ പഠിച്ചു പോയി. എന്നിട്ട് തലേ ദിവസം അതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഓൺ എക്സാമിൻ്റെ പോർഷൻസ് കൂടി റിവൈസ് ചെയ്തു. അത് റിവൈസ് ചെയ്യാൻ നിന്നപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായത്. അത് ഞാൻ ഓൺ എക്സാമിൻ്റെ തലേ ദിവസമാണ് പഠിച്ചത്. സോ ഒക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു 4 hours ഓഫ് ടൈം 1 ചാപ്റ്ററിന് തന്നെ എനിക്ക് എടുക്കേണ്ട വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോൾ എത്ര ടൈം പോയിട്ടുണ്ടാവും. ഓക്കെ, റിവിഷൻ ആട്ടോ, 4 മണിക്കൂർ റിവിഷൻ. അങ്ങനെ പോയി. അങ്ങനെ എക്സാമിൻ്റെ തലേദിവസമായി. എക്സാമിൻ്റെ തലേദിവസം ഞാൻ ലാസ്റ്റ്, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററാണ് ഞാൻ പഠിക്കാതിരുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ രാത്രി ഒരു 2 മണിയായിട്ടുണ്ടാവും. 2 മണിക്കാണ് ഞാൻ കിടന്നത്. പിന്നെ കിടന്നിട്ട് ഞാൻ 6 മണിക്ക് എണീറ്റു. നിങ്ങൾ ആലോചിക്കുന്ന എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെന്ന്. സോഷ്യൽ എക്സാമിനാട്ടോ ഇങ്ങനെ ചെയ്തത്. കാരണം സോഷ്യൽ ഒട്ടും പഠിച്ചിട്ടുണ്ടായില്ല. എന്നുവെച്ചാൽ ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങി, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഞാനൊന്ന് പറഞ്ഞതാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ സത്യം പറയാൻ 2 ക്വസ്റ്റ്യൻസ് എനിക്ക് വിടേണ്ടതായിട്ട് വന്നു എക്സാമിൽ. എന്നിട്ട് എനിക്ക് B+ ആയിരുന്നു കിട്ടിയത്. എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പഠിക്കാണ്ട് തന്നെയാണെന്നുള്ള ബോധ്യം എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. കാരണം എക്സാമിൻ്റെ തലേ ദിവസം ഉറക്കമൊഴിച്ച് പഠിക്കുന്ന ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഒരു ആത്മാർത്ഥത എനിക്ക് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് A+ വാങ്ങാമായിരുന്നു. പക്ഷേ എനിക്ക് ആ കുറവ് ഞാൻ ബാക്കി എല്ലാ വിഷയത്തിലും നികത്തി കേട്ടോ. പിന്നെ എനിക്ക് ആദ്യത്തെ എക്സാം ഏതാണെന്ന് ഞാൻ മറന്നു, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ആദ്യത്തെ എക്സാം പോയി കഴിഞ്ഞപ്പോൾ അതിലെനിക്ക് ഇത്തിരി മാർക്ക് കുറഞ്ഞു. കാരണം ഞാൻ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് മാത്രമാണ് ഞാൻ പഠിച്ചിട്ട് പോയത്. പക്ഷേ ഓൺ എക്സാമിൻ്റെ പോർഷൻസ് നന്നായിട്ട് ചോദിച്ചു. 10 എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 4 ഈ ഓൺ എക്സാമും ബാക്കി ക്രിസ്മസ് എക്സാമാണ് ചോദിച്ചത്. അങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ ആദ്യത്തെ എക്സാമിന് പോയപ്പോൾ ഞാൻ ക്രിസ്മസ് എക്സാം മാത്രമേ പഠിച്ചിട്ട്, ക്രിസ്മസ് എക്സാമിലെ പോർഷൻസ് മാത്രമേ ഞാൻ പഠിച്ചിട്ട് പോയത്. അപ്പോൾ ഞാൻ ആകെ പെട്ടു. പിന്നെ അടുത്ത എക്സാമൊക്കെ പഠിച്ചിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സോഷ്യലിൻ്റെ എക്സാമിന് കുറഞ്ഞ ഒരു മാർക്ക് ബാക്കിയുള്ള വിഷയത്തിൽ നികത്താൻ പറ്റി. മാത്സിനും എനിക്ക് അത്യാവശ്യം മാർക്ക് ഇൻക്രീസ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരെണ്ണം തന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ക്രിസ്മസ് എക്സാമിനാണ് ശരിക്കും ഇങ്ങനെ ഉണ്ടായത് കേട്ടോ. അങ്ങനെ ഫൈനൽ എക്സാം പിന്നെ പ്രത്യേകിച്ച് അധികം പറയാനായിട്ടില്ല. കാരണം ഞാൻ ഫൈനൽ എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്ക്രൈബൊക്കെ എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ. പക്ഷേ ഫൈനൽ എക്സാം എനിക്ക് നല്ല എളുപ്പമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും നമുക്ക് വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പോർഷൻസിൻ്റെ എല്ലാ ഭാഗത്തും ചോദിക്കും. പക്ഷേ ഫൈനൽ എക്സാമിന് അങ്ങനെ ആവില്ല. ഫൈനൽ എക്സാം കുറേ പോർഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ചോദിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫൈനൽ എക്സാം നല്ല എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ജേണി. സോ ഞാനിതിൽ ടിപ്സായിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഒരു 9th ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ടിപ്സ് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാം. ഞാൻ ടിപ്സായിട്ട് വേറെ വീഡിയോസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് കുറേ പേര് 8th 7th ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇപ്പോഴേ ഇവർക്കൊക്കെ ഇത്ര ഡെഡിക്കേഷനാണ്. ഞാൻ ഇത്രയൊന്നും ആയിരുന്നില്ല. ഞാൻ വെക്കേഷൻ ടൈമിൽ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പഠിക്കണം എന്നുള്ളത്. 7th കുട്ടികൾ വരെയാണ് കമൻറ്റ് ഇടുന്നത്. സോ അത് വേണോ, അങ്ങനെയുള്ളവർ കാണുന്നുണ്ടോ എന്ന് കമൻറ്റ് ഇടാം കേട്ടോ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.